ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരദ ബ്രഹ്മസംവാദം തുടരുന്നു. ഈ അദ്ധ്യായത്തിൽ ഭഗവാൻ സ്വീകരിച്ചതായ ലീലാവതാരങ്ങളെയും ആവശ്യങ്ങളെയും കർമ്മങ്ങളെയും ബ്രഹ്മാവ് നാരദമുനിയോട് സംഗ്രഹമായി ഉപദേശിക്കുന്നു. ബ്രഹ്മോവാച: എത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബിഭ്രത് പ്രൗഢിം തനും സകലയത്നമയീമനന്തഃ അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം ദംഷ്ട്രയാദ്രിമിവ വജ്രധരോദധാര. ബ്രഹ്മാവ് പറഞ്ഞു: ഭൂമിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി സകല യാഗസ്വരൂപമായ വരാഹ ശരീരത്തെ ധരിച്ച നാശരഹിതനായ ഭഗവാൻ ശ്രീനാരായണൻ മഹത്തായ സമുദ്രത്തിനുള്ളിൽ പ്രവേശിച്ചവനും ആദിദൈത്യനുമായ ഹിരണ്യാക്ഷനെ തേറ്റപ്പല്ലുകൊണ്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ എന്ന പോലെ പിളർന്നു. ജാതോരുചേരജനയത് സുയമാൻ സുയത്ന ആഗൂതിസൂനുരമരനദ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീമഹരദ്യഥാർത്ഥീം സ്വായംഭുവേന മനുനാ ഹരിരിത്യനൂക്തഃ. ശ്രീ ഭഗവാൻ രുചി എന്നുപേരായ പ്രജാപതിക്ക് ആകൂതി എന്ന സ്ത്രീയിൽ സുയത്നൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. പിന്നെ ദക്ഷിണ എന്ന സ്ത്രീയിൽ സുയമന്മാർ എന്ന ദേവന്മാരെ ജനിപ്പിച്ചു. ഈ വിധം സുയത്നൻ 3 ലോകത്തിലും അക്കാലത്തുണ്ടായിരുന്ന വലുതായ ദുഃഖത്തെ തീർത്തു രക്ഷിച്ചപ്പോൾ സ്വയംഭുവ മനു ശ്രീഹരിയെന്നു ചൊല്ലി സ്തോത്രം ചെയ്തു. ജജ്ഞേജ കർദമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊജേയാത്മശമലം ഗുണസംഗപങ്കാമസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രഭേദേ. ഹേ നാരദ, ആ ഭഗവാൻ ശ്രീനാരായണൻ കർദമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതിയിൽ കപിലൻ എന്ന പേരോടുകൂടെ 9 സഹോദരികളുടെ സഹോദരനായിട്ട് ജനിച്ചു. അമ്മയായ ദേവഹൂതിക്ക് ബ്രഹ്മസ്വരൂപത്തെ ഉപദേശിച്ചു. ദേവഹൂതി ആ ബ്രഹ്മവിദ്യയാൽ ആ ജന്മത്തിൽ തന്നെ മനസ്സിനു മാലിന്യത്തെ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളോടുള്ള സംഘമാകുന്ന ദോഷത്തെ നീക്കി കപില ഭഗവാന്റെ ഗതിയെ പ്രാപിച്ചു. അത്രൈരപത്യമഭികാംക്ഷത ആഹതുഷ്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ സ ദത്തഃ യത്പാദപങ്കജപരാഗപവിത്രദേഹ യോഗാർദ്ധിമാപുരുഭയീം യദുഹൈഹയാദ്യാഹ. പുത്രനെ പ്രാർത്ഥിച്ച അത്രിയുടെ നേരെ സന്തുഷ്ടനായ ഭഗവാൻ, ഹേ മുനെ, ഞാൻ എന്നെ അങ്ങേക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ദത്തൻ എന്ന പേരോടുകൂടെ ആ മുനിയുടെ പുത്രനായിട്ട് അവതരിച്ചു. ആ ദത്തൻ്റെ പാതാരവിന്ദ ധൂളിയാൽ പരിശുദ്ധമായ ശരീരത്തോടുകൂടിയ യയാതിപുത്രനായ യദു, ഹൈഹയദേശ രാജാവായ കാർത്തവീരാർജുനൻ എന്നിവർ ഐഹികവും ആമുഷ്മികവുമായ യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു. ഭുക്തിയെയും മുക്തിയെയും അടഞ്ഞു. തപ്തം തപോ വിവിധ ലോക ശുശ്രൂഷയാമേ ആദൗ സനാത് സ്വതപസ സത്ചതുസനോഭൂത് പ്രാകൽപസംപ്ലവ വിനിഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാതമുനയോ യദജക്ഷതാത്മൻ. ഞാൻ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ആദിയിൽ തപസ്സാചരിച്ചു. അഖണ്ഡിതമായ എൻ്റെ ആ തപസ്സിനെ ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട് ആ ശ്രീനാരായണൻ സനൻ എന്ന ശബ്ദമുള്ള 4 നാമധേയങ്ങളോടുകൂടി 4 മൂർത്തികളായി അവതാരം ചെയ്തു. സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ എന്ന 4 മഹർഷിമാർക്ക് കുമാരന്മാർ എന്ന പേർ പറയുന്നു. ആ കുമാരസ്വരൂപനായ ഭഗവാൻ കഴിഞ്ഞ കൽപ്പത്തിൽ പ്രളയത്തിൽ മറഞ്ഞുപോയ ആത്മതത്വത്തെ ഈ കൽപ്പത്തിൽ ശരിയായി ഉപദേശം ചെയ്തു. ആ ഭഗവാന്റെ ഉപദേശമാത്രത്തിൽ മുനികൾ ആ ആത്മതത്വത്തെ മനസ്സിൽ സാക്ഷാത്തായിട്ട് കണ്ടു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരൈതി സ്വതപപ്രഭാവഃ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം ദേവ്യസ്ത്വനംഗപൃതനാ ഗഡിതും ന ശേഖുഃ. ദക്ഷ പ്രജാപതിയുടെ പുത്രിയും ധർമ്മൻ്റെ പത്നിയുമായ മൂർത്തിദേവിയിൽ ഭഗവാൻ നരനെന്നും നാരായണനെന്നും പേരോടുകൂടെ 2 രൂപമായി ജനിച്ചു. തപസ്സിൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുകയായിരുന്നു ആ അവതാരത്തിൻ്റെ പ്രയോജനം. ഭഗവാന്റെ തപസ്സിന് വിഘ്നത്തെ ജനിപ്പിക്കുവാനായി മന്മഥൻ്റെ ജയസാധനങ്ങളായ രംഭ മുതലായ അപ്സര സ്ത്രീകൾ ശ്രമിച്ചപ്പോൾ
അവർക്കു തുല്യകളായ അനേകം സ്ത്രീകളെ സ്വശരീരത്തിൽ നിന്ന് ജനിപ്പിച്ച് അവർക്ക് സമ്മാനിച്ചു. ആ ഭഗവാന്റെ തപോവിഘ്നം വരുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. കാമം ദഹന്തി കൃതിനോനനുരോഷദൃഷ്ട്യാ രോഷം ദഹന്തമുദതേന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേദി കാമകഥം നു പുനരസ്യ മനസ്രയേത. ഹേ നാരദ, മഹാന്മാരായ ശ്രീരുദ്രൻ മുതലായവർ കോപത്തോടുകൂടിയ നോട്ടത്താൽ കാമവികാരത്തെ ജനിപ്പിക്കുന്ന മന്മഥനെ ദഹിപ്പിക്കുന്നു. എങ്കിലും അവരുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നതും സഹിപ്പാൻ കഴിയാത്തതുമായ ക്രോധത്തെ ദഹിപ്പിക്കുന്നവരല്ല. സമർത്ഥന്മാരായ രുദ്രാദികളാൽ ജയിപ്പാൻ കഴിയാത്തതായ ആ കോപം ഈ നരനാരായണ ഭഗവാന്റെ നിർമ്മലമായ മനസ്സിനെ പ്രവേശിപ്പാൻ ഭയപ്പെടുന്നു. അങ്ങനെയിരിക്കെ കോപത്തേക്കാൾ താണ നിലയിലിരിക്കുന്ന കാമമെന്ന വൃത്തി ഈ ഭഗവാന്റെ മനസ്സിൽ എങ്ങനെ കടക്കും? അതിനാൽ അപ്സര സ്ത്രീകൾക്ക് ജയിപ്പാൻ കഴിയാത്തതിൽ ആശ്ചര്യമില്ല. വിദ്ദസപത്ന്യുദിത പത്രിഭിരന്തിരാജ്ഞോ ബാലോഭിസന്നുപഗതസ്തവസേവനാനി തസ്മാ അദാധ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തുവന്തി മുനയോ യദുപര്യതസ്താത്. ധ്രുവന് അനുഗ്രഹം നൽകുവാനായി സ്വീകരിച്ച ആ സ്വരൂപത്തെ ഒരവതാരമായിട്ട് വർണ്ണിക്കുന്നു. ഉത്താനപാദ രാജാവിൻ്റെ ഭാര്യയും തൻ്റെ അമ്മയായ സുനീതിയുടെ സപത്നിയുമായ സുരുചിയുടെ വാക്കുകളാകുന്ന ബാണങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട ധ്രുവൻ ബാലനാണെങ്കിലും തപസ് ചെയ്യുവാനായിക്കൊണ്ട് വനത്തിലേക്ക് പോയി. സ്തോത്രം ചെയ്ത ആ ധ്രുവൻ്റെ നേരെ പ്രസന്നനായ ഭഗവാൻ അവന് സ്ഥിരമായ സ്ഥാനത്തെ ധ്രുവപദത്തെ ദാനം ചെയ്തു. ആ സ്ഥാനത്തിൻ്റെ മേൽഭാഗത്തിരിക്കുന്ന ഭൃഗു മുതലായവരും താഴത്തിരിക്കുന്ന സപ്തർഷികളും അവനെ സ്തുതിക്കുന്നു. യദ്വേനമുത്പദഗതം ദ്വിജവാക്യവജ്ര വിപ്ലുഷ്ടപൗരുഷഭകം നിരയേ പദന്തം ത്രാത്വാർത്തിദോ ജഗതി പുത്രപദം ജലേബേ ദുഗ്ധാവസൂനി വസുധാ സകലാനിയേന. പൃഥ്വ അവതാരത്തെ പറയുന്നു. വേനൻ എന്ന രാജാവ് സദാചാരത്തെ വെടിഞ്ഞ് ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണർ അവരുടെ ശാപവാക്യമാകുന്ന വജ്രായുധത്തെ ഉപയോഗിച്ചു. അതിനാൽ അദ്ദേഹത്തിൻ്റെ പരാക്രമവും ഭാഗ്യവും നശിച്ചു. വേനരാജാവ് മരിച്ചു. ഇനി ലോകത്തെ രക്ഷിപ്പാനായി ആ ഭഗവാൻ തന്നെ അവതരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുനികൾ ആ വേന ശരീരത്തെ മദനം ചെയ്തപ്പോൾ ആ മൃതശരീരത്തിൽ നിന്ന് ഭഗവാൻ പുറപ്പെട്ടു. നരകത്തിൽ വീഴുവാൻ പോകുന്ന പിതാവായ വേനരാജാവിന് സൽഗതിയെ നൽകി പുത്രനെന്നുള്ള ശബ്ദത്തിന് ഉദാഹരണമായി ഭവിച്ചു. പൃഥുവെന്ന ആ ഭഗവാൻ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് ഭൂമിയിൽ മറഞ്ഞുകിടന്നിരുന്ന ധനധാന്യാദി ദ്രവ്യങ്ങളെ കറന്നെടുക്കുകയും ചെയ്തു. നാഭേരസ വൃഷഭ ആസസുദേവി സൂനുർ യോ വൈ ചചാര സമദൃഗ് ജഡയോഗചര്യാം യത്പാരമഹംസ്യ ഋഷയ പദമാമനന്തി സ്വസ്ഥ പ്രശാന്തകരണ പരിമുക്ത സംഗഹ. ഋഷഭാവതാരത്തെപ്പറ്റി പറയുന്നു. ഈ ഭഗവാൻ നാഭി എന്നു പേരായ രാജാവിൻ്റെ പത്നിയായ സുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണുന്നവനും ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കുന്നവനും ഒന്നോടും ബന്ധമില്ലാതിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായിട്ട് ജഡനെപ്പോലെ യോഗനിലയിൽ തന്നെ ഇരുന്നു. ആ യോഗനിലയെ ഋഷികൾ പരമഹംസന്മാരെ സംബന്ധിച്ചിട്ടുള്ള മുക്തിസ്ഥാനമാണെന്നറിയുന്നു. സത്രേമമാസ ഭഗവാൻ ഹയശീരഷാദോ സാക്ഷാത് സയത്നപുരുഷസ്തപനീയവർണ്ണഃ ഛന്ദോമയോ മകമയോ കില ദേവതാത്മാ വാചോ ബഭൂവുരുഷധീ ശ്വസദോസ്യനസ്തഃ. ഹയഗ്രീവ അവതാരത്തെ പറയുന്നു. സുവർണം പോലെ നിറമുള്ളവനും വേദസ്വരൂപനും യാഗസ്വരൂപനും സകല ദേവസ്വരൂപനും യത്നപുരുഷനുമായ ആ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കുതിരയുടെ മുഖം പോലെയുള്ള മുഖത്തോട് കൂടിയവനാകയാൽ ഹയഗ്രീവൻ എന്ന പേരോടുകൂടി എൻ്റെ യാഗത്തിൽ അവതരിച്ചു. ആ ഹയഗ്രീവൻ്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്കുകൾ പുറപ്പെട്ടു. മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധഃ ഷോണീമയോ നിഖില ജീവനികായഖേദഃ വിസ്രംസിതാനുരുഭയേ സലിലേ മുഖാത്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗാൻ. മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നു. യുഗാവസാനത്തിലെ പ്രളയകാലത്തിൽ വൈവസ്വതം അനുഭവാൻ പോകുന്ന സത്യവ്രതൻ എന്ന രാജാവിനാൽ ദർശിക്കപ്പെട്ടവനും
ഭൂമിയെ പ്രധാനമായി സ്വരൂപത്വേന അംഗീകരിച്ചവനും സകല ജീവരാശികൾക്കും ആശ്രയഭൂതനും മത്സ്യസ്വരൂപിയുമായ ഭഗവാൻ ശ്രീഹരി മഹാഭയത്തെ ജനിപ്പിക്കുന്ന പ്രളയകാലത്തിലെ ജലത്തിൽ എൻ്റെ മുഖത്തിൽ നിന്ന് നിർഗളിച്ചതായ വേദങ്ങളുടെ ഭേദങ്ങളെ ഗ്രഹിച്ചും കൊണ്ട് കളിച്ചും കൊണ്ടിരുന്നു. ആശ്ചര്യം. ക്ഷീരോദധാവമരധാനവയൂതപാന ഉന്മദനത്താമമൃതലബ്ധയ ആദിദേവഃ പൃഷ്ടേന കച്ചഭവഭുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകണ്ഡൂഃ. കൂർമാവതാരത്തെക്കുറിച്ച് പറയുന്നു. ദേവന്മാരിലും അസുരന്മാരിലുമുള്ള ശ്രേഷ്ഠന്മാർ ഒരുമിച്ച് അമൃതത്തെ എടുപ്പാൻ വേണ്ടി പാൽക്കടലിനെ മഥനം ചെയ്യുമ്പോൾ ആമയുടെ സ്വരൂപത്തെ ധരിച്ചവനും നിദ്രാസമയത്തോടുകൂടിയവനും മന്ദരപർവ്വതത്തിൻ്റെ ചുറ്റലാകുന്ന ചൊറിച്ചിലിനാൽ ചൊറി നീങ്ങിയവനുമായ ആദിദേവൻ പൃഷ്ഠഭാഗങ്ങളെ കൊണ്ട് മന്ദരപർവ്വതത്തെ ധരിച്ചു. ത്രൈവിഷ്ടഭോരുഭയഹാസനൃസിംഹരൂപം കൃത്വാ ഭ്രമദ്ഭ്രൂകുടിദംഷ്ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശുഗതയാഭിപതന്തമാരാദൂരൗ നിപാത്യ വിദധാര നഖൈസ്ഫുരന്തം. ദേവന്മാർക്കുണ്ടായ മഹാഭയത്തെ തീർക്കുന്ന ആ ഭഗവാൻ പരിഭ്രമിക്കുന്ന പുരികങ്ങളും ദംഷ്ട്രകളും നിമിത്തം ഭയങ്കരമായ മുഖത്തോടുകൂടിയ നരസിംഹരൂപത്തെ സ്വീകരിച്ചിട്ട് കയ്യിൽ ഗദയും പിടിച്ച് തൻ്റെ നേർക്ക് പാഞ്ഞുവരുന്ന ഹിരണ്യകശിപുവിനെ ക്ഷണത്തിൽ തുടയിൽ കിടത്തിയിട്ട് നഖങ്ങൾ കൊണ്ട് പിളർന്നു. അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂതപതിരംബുജഹസ്ത ആർത്തഃ ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥസ്രവാശ്രവണമംഗളനാമധേയ. ഏറ്റവും ശക്തിയുള്ള മുതല കാലിൽ പിടിച്ച് സരസിൻ്റെ ഉള്ളിൽ വെച്ച് വലിക്കുമ്പോൾ ദുഃഖിച്ചവനും ആനക്കൂട്ടങ്ങളുടെ അധിപനുമായ ഗജശ്രേഷ്ഠൻ താമരപ്പൂവിനെ തുമ്പിക്കൈയിൽ പിടിച്ചുകൊണ്ട് ഹേ ആദിപുരുഷ, സകല ലോകങ്ങൾക്കും നാഥ, പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനെ, കേട്ട മാത്രത്തിൽ മംഗളത്തെ കൊടുക്കുവാൻ തക്ക വൈഭവമുള്ള നാമത്തോടുകൂടിയവനെ എന്നിങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തോത്രം ചെയ്തു. ശ്രുത്വാ ഹരിസ്തമരണാർത്തിനമപ്രമേയശ്ചക്രായുധപദകരാജഭുജാതിരൂഢഃ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാദസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോ ജഹാര. ആരാലും പരിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയവനും ചക്രായുധനും ഗരുഡവാഹനനുമായ ശ്രീ ഭഗവാൻ മേൽപ്പറഞ്ഞ വിധം സ്തുതിക്കുന്നതിനെ കേട്ടിട്ട് ചക്രായുധം കൊണ്ട് മുതലയുടെ മുഖത്തെ പിളർന്നിട്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഗജേന്ദ്രനെ തുമ്പിക്കൈയിൽ പിടിച്ച മുതലയുടെ മുഖത്തിൽ നിന്ന് കരുണയോടെ പരിപാലിച്ചു. ഈ അവതാരത്തിൽ ഹരി എന്ന പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജായാൻ ഗുണൈരവരജോപ്യതിദേ സുധാനാം ലോകാൻ വിചക്രമയിമാന്യദദാതി യത്നഃ സ്മാം വാമനേന ജഗൃഹേ ത്രിപദശ്ചലേന യാജ്ഞാമൃതേ പതിചരൻ പ്രഭുഭിർന ചാല്യഃ. യാഗങ്ങളുടെ അധിഷ്ഠാന ദൈവമായ ഭഗവാൻ അതിഥിയുടെ പുത്രന്മാരായ ദ്വാദശാദിത്യന്മാരിൽ വെച്ച് വയസ്സുകൊണ്ട് താണവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് എത്രയും ഉയർന്നവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ വാമൻ എന്ന പേരോടുകൂടെ അതിഥിയിൽ നിന്ന് അവതരിച്ച ആ ഭഗവാൻ മഹാബലിയുടെ സത്രത്തിൽ ചെന്ന് 3 അടി വിസ്താരമുള്ള ഭൂമി നൽകണമെന്ന് യാചിച്ചിട്ട് 3 ലോകങ്ങളെയും 3 അടിയായിട്ട് അളന്നു കൈവശപ്പെടുത്തി. മഹാപ്രഭുവായ ഭഗവാൻ യാചിച്ചതെന്തിനെന്നാൽ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവനെ ജയിക്കണമെങ്കിൽ യാചിക്കുക തന്നെ വേണം. നാർത്തോ ബലേരയമുരുക്രമപാദശൗചമാഭശിഖാധൃതവദോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതമൃതേന ചികർഷധന്യാദാത്മാനമംഗശിരസാ ഹരയേ ഭീമേന. ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്ത തീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച മഹാബലിക്ക് ഇപ്പോൾ ബലാത്കാരമായി സമ്പാദിച്ചതും ഇനി ഭഗവാൻ സന്തോഷിച്ച് കൊടുക്കാൻ പോകുന്നതുമായ ദേവാധിപത്യം എന്ന നിലയും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹേ നാരദ, ആ മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരോധമായി മറ്റൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാതെ തൻ്റെ ശരീരത്തെ നമസ്കാരപൂർവം ശ്രീഹരിക്കായി കൊണ്ട് സമർപ്പിച്ചില്ലേ. തുഭ്യം ച നാരദ വൃഷം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാചയോഗം ജ്ഞാനം ച ഭാഗവതമാത്മസദത്വദീപം യദ്വാസുദേവ ശരണ വിദുരഞ്ജസൈവ. ഹംസാവതാരത്തെക്കുറിച്ച് പറയുന്നു.
ഹേ നാരദ, അങ്ങയുടെ അധികരിച്ചതായ ഭക്തിയാൽ സന്തോഷിച്ച ഭഗവാൻ അങ്ങയ്ക്ക് ആത്മതത്വത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ചതും ജ്ഞാനസാധനവുമായ ഭക്തിയോഗത്തെ ഉപദേശിച്ചുവല്ലോ. വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറച്ചിരിക്കുന്നവർ ആ ഭക്തിയോഗസാരത്തെ നന്നായി അറിയുന്നവരാകുന്നു. ചക്രം ച ദിക്ഷവിഹിതം ദശസു സ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുതമം വെദദാത് സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ട ഉഷധീം പ്രദയം ചരിത്രൈഃ. മനുവിൻ്റെ പരമ്പരയെ നിലനിർത്തുന്നതിനായി മനുരൂപത്തെ ധരിച്ച ഭഗവാൻ 10 ദിക്കുകളിലും വ്യാപിച്ച തൻ്റെ തേജസ്വരൂപമായ ആജ്ഞാചക്രത്തെ എല്ലാ മന്വന്തരങ്ങളിലും ധരിക്കുന്നു. തൻ്റെ ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളുടെയും ഉപരിയിലിരിക്കുന്ന സത്യലോകത്തിലും മനോഹരമായ കീർത്തിയെ വ്യാപിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാരിൽ ദണ്ഡത്തെ ഏർപ്പെടുത്തുന്നു. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർ നാംനാ നൃണാം പുരുരുജാം രുജാശു ഹന്തി യത്നേജ ഭാഗമമൃതായുരവാവരുന്ത ആയുശ്ച വേദമനുശാസ്ത്യവതീര്യലോകേ. ഭഗവാൻ ലോകത്തിൽ താൻ തന്നെ കീർത്തിസ്വരൂപനായി ധന്വന്തരി എന്ന പേരോടുകൂടിയവനായി അവതരിച്ചിട്ട് അനേക രോഗങ്ങളോടുകൂടിയ ജനങ്ങളുടെ രോഗങ്ങളെ സ്വനാമോച്ചാരണം എന്ന ദിവ്യ ഔഷധത്താൽ തന്നെ സംഹരിക്കുകയും നാശരഹിതമായ ആയുസ്സിനെ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അസുരന്മാർ വിരോധിച്ചതായ തൻ്റെ യാഗഭാഗത്തെ പ്രാപിച്ചു ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. ക്ഷത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മദ്രുഗുജ്ജിതപദം നരകാർത്തിലിപ്സു ഉദ്ദന്ത്യസാവനികണ്ഠകമുഗ്രവീര്യ സ്ത്രീസപ്തകൃത്വ ഉരുദാര പരശ്വതേന. ലോകത്തിൻ്റെ നാശത്തിനായിക്കൊണ്ട് ദൈവത്താൽ വർദ്ധിക്കപ്പെട്ടതും സന്മാർഗത്തെ തെറ്റി നടക്കുന്നതും നരകദുഃഖത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നതോ എന്ന് തോന്നുമാറ് ലോകത്തെ ദുഃഖിപ്പിക്കുന്നതുമായ ക്ഷത്രവർഗത്തെ ഉഗ്രമായ പരാക്രമത്തോടുകൂടിയ ഈ ഭഗവാൻ പരശുരാമനായി അവതരിച്ചിട്ട് അത്യന്തം മൂർച്ചയുള്ളതായ തൻ്റെ കുടാരമെന്ന ആയുധത്താൽ 21 പ്രാവശ്യം മൂലച്ഛേദം ചെയ്തു. അസ്മത് പ്രസാദ സുമുഖ കലയാ കലേശ ഇക്ഷ്വാകുവംശ അവധീര്യ ഗുരോർനിദേശേ തിഷ്ടൻ വനം സദൈതാനുജ ആവിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ചത്. ശ്രീരാമാവതാരത്തെക്കുറിച്ച് പറയുന്നു. ഭൂഭാരം തീർക്കണമെന്ന് അപേക്ഷിച്ച ഞങ്ങളുടെ നേരെ അനുഗ്രഹത്തെ പ്രകാശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി തൻ്റെ അംശഭൂതന്മാരായ ഭരതാദികളോടുകൂടെ ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചു. പിതാവായ ദശരഥൻ്റെ ആജ്ഞയെ പരിപാലിക്കുവാനായിട്ട് ഭാര്യയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ വനത്തിൽ ചെന്നു. ആ ഭഗവാന്റെ നേരെ വിരോധം പ്രകാശിപ്പിച്ച രാവണൻ നാശത്തെ പ്രാപിക്കുകയും ചെയ്തു. യസ്മാ അദാദുദിതരൂഢഭയാങ്കവേപോ മാർഗം സപദ്ധ്യരിപുരം ഹരവദ്ദിദക്ഷോ ദൂരെ സുഹൃന്മദിതരോഷസുശോണദൃഷ്ട്യാ താദപ്യമാനമകരോരഗന നക്രചക്രഃ. പരമശിവനെന്ന പോലെ ശത്രുപുരത്തെ ദഹിപ്പിക്കുവാൻ ഇച്ഛിച്ചിരിക്കുന്ന ശ്രീരാമൻ ദൂരത്തിലിരിക്കുന്ന സീതയെക്കുറിച്ചുള്ള വിചാരം നിമിത്തമുണ്ടായ കോപത്താൽ തുടുത്തിരിക്കുന്ന കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ ഭയപ്പെട്ട് വിറച്ചും ഏറ്റവും തപിച്ചിരിക്കുന്ന അന്തർഭാഗത്തുള്ള മകരമത്സ്യങ്ങൾ, സർപ്പങ്ങൾ, മുതലകൾ എന്നിവയോട് കൂടിയവനുമായ സമുദ്രരാജൻ ഉടനെ ആ ഭഗവാന് വഴികാട്ടിക്കൊടുത്തു. വക്ഷസ്ഥലസ്പർശരുഗ്ണമഹേന്ദ്രവാഹ ദന്തൈർവിഡംബിതക കുബ്ജഷ ഊഢഹാസം സദ്യോസുഭിഃ സഹ വിനേഷ്യതി ദാരഹർത്തൃർ വിസ്ഫൂർജിതൈർധനുഷ ഉച്ചരതോതി സൈന്യേ. യുദ്ധത്തിൽ രാവണൻ്റെ മാറിൽ തട്ടി മുറിഞ്ഞുപോയ ഇന്ദ്രവാഹനമായ ഐരാവതത്തിൻ്റെ കൊമ്പുകളുടെ ഗണ്ഡങ്ങൾ അവിടവിടെ കിടക്കുന്നതുകൊണ്ട് വെളുത്ത നിറത്തോടുകൂടിയ ദിക്കുകളെ പരിപാലിക്കുന്നവനും തൻ്റെ ഭാര്യയായ സീതയെ അപഹരിച്ചവനും തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ ലങ്കാധിപതിയുടെ എനിക്ക് സമനായിട്ടാരുമില്ലെന്നുള്ള ഗർവത്തെ പ്രകാശിപ്പിക്കുന്ന ഹാസ്യത്തെ പ്രാണങ്ങളോടുകൂടെ വില്ലിൻ്റെ ഡങ്കാര ശബ്ദങ്ങളാൽ ഉടനെ നശിപ്പിക്കും. ഭൂമേ സുരേതരവരു ഉദ വിമർദിതായാഹ ക്ലേശവ്യയായ കലയാ സിതകൃഷ്ണകേശഃ ജാതഃ കരിഷ്യതി ജനാനുപലക്ഷ്യമാർഗഃ
കർമാണി ചാത്മമഹിമോപ നിബന്ധനാനി. അസുരാംശങ്ങളിൽ നിന്ന് ജനിച്ച രാജാക്കന്മാരുടെ സംഘങ്ങളാൽ ദുഃഖിതയായ ഭൂമിയുടെ ക്ലേശങ്ങളെ തീർപ്പാനായിക്കൊണ്ട് വെളുത്തും കറുത്തുമിരിക്കുന്ന തലമുടിയോടുകൂടിയും ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടുകൂടിയവനുമായ ആ ഭഗവാൻ ബലരാമനോടുകൂടെ കൃഷ്ണനായി അവതരിച്ചിട്ട് തൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. തോകേന ജീവഹരണം യദുലൂകികായ സ്ത്രൈമാസികസ്യ ജപദാ ശകടോപവൃത്തഃ യദ്രംഗദാന്തരഗതേന ദിവിസ്പൃശോർവ ഉന്മൂലനം ത്യുദരതാർജുനയോർണഭാവ്യം. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമല്ലാതിരുന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂതനാവധവും 3 മാസം പ്രായമുള്ളപ്പോൾ ശകടാസുരനെ സംഹരിച്ചതും ഉരൽ വലിച്ചുകൊണ്ട് ഇടയിൽ കൂടെ കടന്ന മുഴങ്കാലുകളെ വലിച്ചപ്പോൾ ആകാശം മുട്ടത്തക്ക വിധം അത്ര ഉയർന്നു നിൽക്കുന്ന മരുത്തുമരങ്ങളെ പുഴക്കി വീഴ്ത്തിയതും ഉണ്ടാകുവാൻ തക്ക സംഗതിയില്ല. യദ്വൈ വ്രജപശൂൻ വിഷതോയപീതാൻ പാലാം സ്വജീവയദനുഗ്രഹദൃഷ്ടിവൃഷ്ട്യാ തച്ഛുദ്ധയേതി വിഷവീര്യവിലോലജിഹ്വ മുച്ചാടയിഷ്യദുരകം വിഹരൻ ഹൃദിന്യാം. വജ്രത്തിൽ വസിക്കുമ്പോൾ വിഷം കലർന്ന ജലത്തെ പാനം ചെയ്ത പശുക്കളെയും പശുപാലകന്മാരെയും അനുഗ്രഹിക്കുന്നതായ നോട്ടമാകുന്ന അമൃതവർഷത്താൽ ജീവിപ്പിക്കുക എന്നതും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കേണ്ടതിനായി വർദ്ധിച്ച വിഷവീര്യം കൊണ്ട് ഇളകിയ നാവോടുകൂടിയ സർപ്പത്തെ ലീലയ അവിടെ നിന്ന് ഓട്ടിക്കുക എന്നതും ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കത്തക്കതല്ല. തത്കർമ്മ ദിവ്യമിവ എന്നിശിനീശയാനാം ദാവാഗ്നിനാ ശുചിവനെ പരിദഹ്യമാനേ ഉന്യേഷ്യതി വ്രജമതോവസിതാന്തകാലം നേത്രേ പിതായ സബലോനധിഗമ്യ വീര്യഃ. കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ആ ദിവസം രാത്രി മുഞ്ചാടവിയിൽ എല്ലാവരും ഏറ്റവും ദൃഢമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മകാലത്തിൽ ശുഷ്കിച്ചിരിക്കുന്ന ആ കാട്ടിൽ കാട്ടുതീ പിടിപെട്ടു. 4 ഭാഗത്തും ഒരേ സമയത്ത് അഗ്നി പിടികൂടി. അപ്പോൾ ഉണർന്നവരായ ഗോപന്മാർ അതുതന്നെ അവരുടെ അവസാനകാലമെന്നു കരുതി പരിഭ്രമിച്ചപ്പോൾ അറിയപ്പെടുവാൻ കഴിയാത്ത ബലവീര്യത്തോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് ഗോപന്മാരോട് കണ്ണടയ്ക്കുവാൻ പറയുകയും ഉടനെ അവരെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി അലൗകികം തന്നെ. ഗൃഹ്ണീത യദ്യതുപബന്ധമമുഷ്യമാദാ ശുൽഭം സുദസ്യ നതു തത്തദമുഷ്യമാദി യജൃംബതോസ്യ വദനേ ഭുവനാനി ഗോപി സംവീക്ഷ്യ ശങ്കിതമനാ പ്രതിബോധിതാസീത്. ഈ ശ്രീകൃഷ്ണൻ്റെ അമ്മയായ യശോദ പുത്രനായ ഭഗവാനെ കെട്ടിയിടുവാനുള്ള സാധനമായിട്ട് ഏതേതു കയറിനെ എടുത്തുവോ അത് സകലവും മതിയാകാത്തതായിട്ട് തന്നെയിരുന്നു. ഈ കൃഷ്ണൻ കോട്ടുവായിട്ടപ്പോൾ ഗോപസ്ത്രീയായ യശോദ കൃഷ്ണമുഖാന്തർഭാഗത്തിൽ ത്രിലോകങ്ങളെ കണ്ടിട്ട് സന്ദേഹിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണ മഹിമയെ അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു. നന്ദം ച മോക്ഷ്യതി ഭയാദ്വരണസ്യ പാശാത് ഗോപാൻ ബിലേഷു പിഹിതാൻ മയസൂനുനാ ച അന്യാപൃതം നിശിസയാനമതിശ്രമേണ ലോകേ വിഗുണ്ട ഉപനേഷ്യതി ഗോകുലം സ്മ. ഈ കൃഷ്ണൻ നന്ദഗോപനെ വരുണഭാഷരൂപമായ ഭയത്തിൽ നിന്നും വിടുവിക്കും. മയനെന്ന അസുരൻ്റെ പുത്രനായ വ്യോമനെന്നു പേരായ അസുരനാൽ ബിലങ്ങളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെയും വിടുവിക്കും. പകൽ സമയത്തിൽ പ്രവൃത്തിയുള്ളവരും അതുകൊണ്ട് രാത്രിയിൽ വളരെ ക്ഷീണത്തോടുകൂടെ ദൃഢമായി ഉറങ്ങുന്നവരുമായ ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിപ്പിക്കുവാൻ തക്കവിധമുള്ള പ്രവൃത്തികളെ ചെയ്യും. ആശ്ചര്യം. ഗോപൈർമകേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേ ബിവർഷതി പശൂൻ കൃപയാരിരക്ഷഹോ ദാർത്തോച്ചിലീന്ദ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീന്ദ്രമനഗൈകകരേ സലീലം. ഗോപന്മാർ ഇന്ദ്രനെക്കുറിച്ച് ചെയ്യുന്ന യാഗം നിർത്തൽ ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കുവാൻ വിചാരിച്ച് മഴ പെയ്യിക്കും. ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടെ രക്ഷിക്കുവാനായി ആഗ്രഹിച്ച 7 വയസ്സായ ഈ കൃഷ്ണൻ ഗോവർദ്ധൻ പർവ്വതത്തെ കളിയായിട്ടു തൻ്റെ കയ്യിൽ കൂണിനെ കുടയാക്കി പിടിക്കും പോലെ പിടിക്കും. ക്രീഡൻവനേ നിശി നിശികരാരശ്മി ഗൗര്യം രാസോന്മുഖകളപതായതമൂർച്ഛിതേന ഉദ്ദീപ്യത സ്മരരുജം വ്രജവൃദ്വധൂനാം ഹർതൃഹരിഷ്യതി ശിരോധനദാനുഗസ്യ
ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡയാകുന്ന മഹോത്സവത്തെ നടത്തുവാൻ ഒരുങ്ങിയവനായിട്ട് കാട്ടിൽ പ്രവേശിക്കും. ചന്ദ്രകിരണങ്ങൾ നിമിത്തം വെളുത്ത നിറമുള്ള രാത്രിയിൽ മനസ്സിനെ അപഹരിക്കുന്ന പദങ്ങളടങ്ങിയതും ദീർഘവും ആലാപവിശേഷമുള്ളതുമായ ഗാനത്തെ കേട്ടിട്ട് ഉജ്ജ്വലിച്ചിരിക്കുന്ന മന്മഥവികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേരാനുചരനായ ശംഖചൂഡൻ്റെ ശിരസ്സിനെ അപഹരിക്കും. പ്രലംബൻ കഴുതയുടെ ആകൃതി ധരിച്ചു വന്ന ധേനുകൻ, ദുർദുരത്തിൻ്റെ ആകൃതിയിൽ വന്ന ഭഗൻ, കുതിരയുടെ രൂപം ധരിച്ച കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാർ, കുവലയാപീഠം എന്നു പേരായ ഗജാസുരൻ, കംസൻ, 3 കോടി മ്ലേച്ഛ സൈന്യത്തിൻ്റെ അധിപനായ യവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, ശാല്വൻ, കവിയായ ദിവിതൻ, ബല്വലൻ, ദന്തവക്ത്രൻ, കാളയുടെ രൂപം ധരിച്ച 7 രാക്ഷസന്മാർ, ശംബരൻ, വിദൂരഥൻ, രുഗ്മി മുതലായവർ, യുദ്ധത്തിൽ വിളങ്ങുന്നവരും വില്ലാളികളുമായ കാംബോജന്മാർ, മത്സ്യദേശത്തിലുള്ളവർ, കുരുദേശത്തിലുള്ളവർ, കേകയദേശക്കാർ, സൃഞ്ജയദേശക്കാർ, ഇവരെല്ലാം ബലരാമൻ, ഭീമസേനൻ, അർജുനൻ എന്ന കപട നാമധേയങ്ങളോടുകൂടിയ ഹരിനിമിത്തമായി ആർക്കും കാണുവാൻ കഴിയാത്തതും ശ്രീഹരിയെ സംബന്ധിച്ചതുമായ വൈകുണ്ഠത്തെ പ്രാപിക്കും. പ്രലംബൻ മുതലായവർ ബലരാമൻ മുതലായവരാൽ ഹനിക്കപ്പെട്ടിരുന്നാലും അവരിൽ ശ്രീകൃഷ്ണൻ്റെ അനുപ്രവേശം നിമിത്തമാണ് അവർക്ക് അവരെ സംഹരിക്കാൻ സാധിച്ചത്. യുഗംതോറും കാലത്താൽ കുറഞ്ഞുവരുന്ന ബുദ്ധിയോടും അല്പമായ ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരനായ തൻ്റെ അഭിപ്രായമായ വേദം സമുദ്രം പോലെ കരകാണുവാൻ കഴിയാത്തതായിട്ട് വരുമെന്ന് കരുതിയ ആ ഭഗവാൻ സത്യവതിയിൽ അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭാഗിക്കും. ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വാസം ഉറച്ചവരും മയൻ നിർമ്മിച്ചതും ദേവന്മാർക്കു കൂടെ കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതുമായ 3 പുരങ്ങളെ കൊണ്ട് ലോകങ്ങളെ ഹിംസിക്കുന്നവരുമായ അസുരന്മാരുടെ ബുദ്ധിക്കുള്ള യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാണെന്ന് ബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതുമായ പാഷണ്ഡ വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ വേദവിരുദ്ധമായ മതത്തെ അവർക്ക് ബോധിപ്പിക്കും. ഇത് ബുദ്ധാവതാരമാകുന്നു. ഏതുകാലത്തിൽ സജ്ജനങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ പോലും ശ്രീഹരി കഥാപ്രസംഗം ഇല്ലാതാകുകയും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരായ 3 വർഗക്കാരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കുകയും ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നുവോ, യാഗാദി കർമാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ വരികയാൽ സ്വാഹ, സ്വദാ, വഷട്ട് എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ, ആ കാലത്തിൽ ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്ന കലിയെ നശിപ്പിക്കുന്നവനായിട്ട് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും. സൃഷ്ടി ചെയ്യുന്നതിൽ തപസ്സിൻ്റെ സ്വരൂപമായ ഞാനും ഋഷികളും പ്രജാപതികൾ 9 പേരും പരിപാലനത്തിൽ ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും സംഹരിക്കുന്നതിൽ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും അസുരന്മാർ മുതലായവരും ഇവരെല്ലാവരും അനന്തശക്തിയോടുകൂടിയ ഈശ്വരൻ്റെ മായാവിലാസങ്ങളാകുന്നു. വിഷ്ണുവിൻ്റെ അവതാര മഹിമയെപ്പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചിട്ടാകുന്നു. വിസ്തരിച്ചു പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഭൂമിയിലുള്ള ധൂളികളെയും ആർക്കു കണക്കാക്കുവാൻ കഴിയുമോ ആ മാതിരിയുള്ള വിദ്വാനായാൽ കൂടെ ശ്രീ വിഷ്ണുവിൻ്റെ മഹിമയെ ഗണിച്ചു തീർച്ചപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ 3 ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ശോഭിക്കാത്ത സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നു. അപ്രകാരമിരിക്കുന്ന ഭഗവാന്റെ വീര്യഗണന ഏറ്റവും അസാധ്യമാണ്. ഈ പരമപുരുഷൻ്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല, നിനക്ക് മുമ്പ് ജനിച്ചവരായ സനകാദികളും അറിയുന്നില്ല. പിന്നെ ആർ തന്നെ അറിയും? 1000 മുഖമുള്ള ആദിദേവനായ ശേഷൻ കൂടെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും കരകണ്ടിട്ടില്ല. സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാദകമലത്തെ സർവാത്മന കപടമില്ലാതെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നാശരഹിതനായ ഭഗവാൻ കരുണയുള്ളവനായിരിക്കും. എന്നാൽ അവർ മറ്റുള്ളവർക്ക് കടക്കുവാൻ കഴിയാത്തതായ മായയെ കടക്കും, മായാതത്വത്തെ അറിയുകയും ചെയ്യും. അവർക്ക് മായാബാധയില്ലെന്ന് പ്രത്യക്ഷമായി അറിയാം. എങ്ങനെയെന്നാൽ നായിനും കുറുക്കനും ഭക്ഷണമായിത്തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അവർക്കുണ്ടാകുകയില്ല. അഹന്ത, മമത നാശമാണ് ഭഗവത് അനുഗ്രഹ ലക്ഷണം. ഹേ നാരദ, ഈ പരമപുരുഷൻ്റെ യോഗമായയെ ഞാൻ അറിയുന്നു.
സനകാദികളായ നിങ്ങളും അറിയുന്നുണ്ട്. ജ്ഞാനസ്വരൂപനായ പരമശിവൻ, പ്രഹ്ലാദൻ, സ്വയംഭുവ മനു, ആ മനുവിൻ്റെ ഭാര്യയായ ശതരൂപ, അവർ രണ്ടുപേരുടെ പുത്രന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ മുതലായവർ, പ്രാചീന ബർഹിസ്, ഋഭു എന്നുപേരായ മുനി, വേനൻ്റെ പിതാവായ അംഗരാജാവ്, ധ്രുവൻ എന്നിവരും അറിയുന്നുണ്ട്. ഇക്ഷ്വാകു, പുരൂരവസ്, മുചുകുന്ദൻ, വിദേഹൻ, ഗാദി, രഘു, അംബരീഷൻ, സഗരൻ, ഗയൻ, നഹുഷപുത്രനായ യയാതി മുതലായവർ, മാന്താതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മർ, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗബരി, ഉദങ്കൻ, ശിവി, ദേവലൻ, പിപ്പലാദൻ, ദദീജി, ഉദ്ധവർ, പരാശരർ, ഭൂരിശേണൻ, മറ്റു ശ്രേഷ്ഠരായ വിഭീഷണൻ, ഹനുമാൻ, ശുഗൻ, പാർത്ഥന്മാർ, ആർഷ്ടിശേണൻ, വിതുരൻ, ശ്രുതദേവൻ മുതലായ ശ്രേഷ്ഠന്മാർ ഇവരും അറിയും. പാപികളായ സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, വേടന്മാർ ഇവരായിരുന്നാൽ കൂടെയും, സമ്പാദി, ജടായു മുതലായ തിര്യജന്തുക്കൾ കൂടെയും അത്ഭുതമായ വിധത്തിൽ പാദപ്രക്ഷേപണം ചെയ്ത ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ സമ്പ്രദായത്തെ അഭ്യസിച്ചവരാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ അറിയുകയും ദേവമായയെ കടന്നുപോകുകയും ചെയ്യുന്നു. അറിവില്ലാത്തവർ ഈ വിധമിരിക്കെ ശാസ്ത്രാഭ്യാസാദികൾ ഉള്ളവരും ഭഗവാനെ ധ്യാനിക്കുന്നുവെങ്കിൽ ഈശ്വര സ്വരൂപത്തെ അറിയുകയും മായയെ കടന്നുപോകുകയും ചെയ്യുന്നു എന്ന് പിന്നെ പറയണമോ? എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എല്ലായ്പ്പോഴും ഒരേ വിധത്തിൽ ഇരിക്കുന്നതും ചേതനങ്ങൾ അചേതനങ്ങൾ എന്നു പറയപ്പെടുന്നവയിൽ നിന്ന് വിലക്ഷണവും ആത്മതത്വസ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും ശോകമറ്റതുമായ ഏതൊരു ബ്രഹ്മത്തെ മുനിമാർ അറിയുന്നുവോ ആ ബ്രഹ്മം ഭഗവാനായ പരമപുരുഷൻ്റെ സ്വരൂപം തന്നെ. ആ ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെയുള്ള കാരകങ്ങളോട് കൂടിയതും ധാത്വർത്ഥങ്ങളെ മുഖ്യമായി ധരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായി വർണ്ണിപ്പാൻ ശക്തിയുള്ളതല്ല. ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ മുമ്പിൽ മായയും ലജ്ജനിമിത്തം പ്രവേശിക്കാതെ ബഹുദൂരത്തിലിരിക്കുന്നു. ഉത്സാഹികളായ മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ നിലനിർത്തിയ ശേഷം ഭേദഭാവന നിമിത്തമുള്ള കർമ്മങ്ങൾ നടത്തുവാൻ ഉപയോഗമുള്ള സാധനങ്ങളെ സ്വർഗലോകാധിപതിയായ ഇന്ദ്രൻ കിണർ കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ വിട്ടുകളയുന്നു. കിണർ കുഴിക്കാനുള്ള ആയുധം വർഷാധിപതിയായ ഇന്ദ്രൻ ആവശ്യമില്ലാത്തതുപോലെ യാതൊരുവനെ സാക്ഷാത്കരിച്ച യോഗികൾക്ക് ഭേദബുദ്ധി നശിച്ചതിനാൽ കർമ്മം നടത്താനുള്ള സാധന കൊണ്ടും ഇനിമേൽ പ്രയോജനമില്ലാത്തതിനാൽ വിട്ടുകളയുന്നു എന്ന് സാരം. മഹത്തത്വാദികളും അവയുടെ പരിണാമം കൊണ്ടുണ്ടായ ഈ പ്രത്യക്ഷ പ്രപഞ്ചവും യാതൊരുവിനിൽ നിന്നുണ്ടായിരിക്കുന്നുവോ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ശ്രേയസ്സുകളെ ഭക്തന്മാർക്ക് കൊടുക്കുവാൻ ശക്തൻ ആ ഭഗവാൻ തന്നെയാകുന്നു. കർമ്മകർത്താവ് ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്നതിനാൽ ധർമാദികളുടെ ബലമായ സ്വർഗാദിഭോഗങ്ങളെ അനുഭവിക്കുവാൻ പിന്നെ ആരാണ് ഉള്ളതെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ദേഹത്തിലുള്ള ധാതുക്കൾ അവയുടെ കാരണദ്രവ്യങ്ങളിൽ ലയിക്കുമ്പോൾ അതിനെ അനുസരിച്ച് നശിക്കുന്ന ശരീരത്തിൽ വസിച്ചിരുന്ന ജീവാത്മാവ് നശിക്കുന്നില്ല. ആ ജീവാത്മാവാണ് അതിവ്യാഹിക ശരീരത്തോട് ചേർന്ന് സ്വർഗാദിഭോഗങ്ങളെ അനുഭവിക്കുന്നത്. ജനനവും മരണവും ദേഹധർമ്മം. ജീവാത്മാവ് വാസ്തവത്തിൽ ജനനാദി വികാരങ്ങളൊന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാകുന്നു. വീട് ദഹിക്കുമ്പോൾ വീട് നിന്നിരുന്ന ആകാശം ദഹിക്കാത്തതുപോലെ ദേഹം നശിക്കുമ്പോൾ ആ ജീവൻ നശിക്കുന്നില്ല. ഹേ നാരദ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലായതിന് കാരണമായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് ചുരുക്കമായി ഞാൻ നിന്നോട് വിവരിച്ചു. കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെയില്ല. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ എല്ലാം. കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ലെന്ന് സർവസമ്മതമായ സിദ്ധാന്തമാകുന്നു. ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതിനെ ശ്രീനാരായണൻ എനിക്കുപദേശിച്ചു. അന്യർക്ക് മനസ്സിലാവാൻ തക്കവിധം നീ ഇതിനെ വിസ്തരിച്ചു പറയണം. സർവസ്വരൂപനും എല്ലാറ്റിനും ആധാരമായിരിക്കുന്നവനും ഭഗവാനുമായ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഏത് വിധമായാൽ ഭക്തി ജനിക്കുമോ ആ വിധത്തിൽ വരണം എന്ന സങ്കല്പത്തോടുകൂടെ വർണ്ണിക്കണം. മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന കർമ്മകലാപത്താൽ ഭഗവാൻ സന്തോഷിക്കയില്ലെങ്കിൽ ശരീരാവസാനത്തോടുകൂടെ നശിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ കൊണ്ട് എന്തു ബലം? ധർമാർത്ഥ കാമങ്ങൾ എന്ന 3 വിധ പുരുഷാർത്ഥങ്ങളും നശിക്കുന്നവയാണ്. ശരീരവും നശിക്കുന്നത് തന്നെ. മുക്തിയെ സമ്പാദിപ്പാൻ സമർത്ഥമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ മുക്തിപ്രദനായ ശ്രീകൃഷ്ണനിൽ നാശരഹിതമായ ഭക്തി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ.
പ്രസന്നനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭക്തന് മുക്തിയെ നൽകും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഭഗവാന്റെ പേരിൽ ഭക്തി ഉണ്ടാവാൻ തക്കവിധം വർണ്ണിക്കണം എന്നുപദേശിച്ചത്. എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമ കീർത്തിയോടുകൂടിയ അദോഷജനിൽ ഭക്തി ഇല്ലാതെ വന്നാൽ വർണ്ണാശ്രമാദികളെ അനുഷ്ഠിച്ചതുകൊണ്ട് എന്തു ബലമാണുള്ളത്? ദാനങ്ങളാൽ പ്രയോജനം എന്താണുള്ളത്? തപസ്സുകൊണ്ടും ശാസ്ത്രാഭ്യാസങ്ങൾ കൊണ്ടും ബലമെന്താണ്? ലീലാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദിതുഃ ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഹ്യതി. ഈ ഈശ്വരൻ്റെ ലീലയെ എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ്റെ മനസ്സ് മായയാൽ മോഹത്തെ പ്രാപിക്കുകയില്ല. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.